ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇസ്ലാമിൽ നിന്ന് ആളുകൾ ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ടോ? അത് വെറും കള്ളക്കഥ മാത്രമാണ്. ഇസ്ലാമിൽ നിന്ന് ആരും പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം വളരുകയാണ് സുഹൃത്തുക്കളെ. പടവലങ്ങ പോലെ ഇസ്ലാം വളരുകയാണ് താഴേക്ക്. ഒരുപക്ഷെ ഈ മതം ബയോളജിക്കലി വളരുന്നുണ്ടാകാം. ഹമാസ് തീവ്രവാദികൾ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ കുറച്ചു പേരെ മാത്രം അവശേഷിപ്പിച്ച് ബാക്കി മുഴുവൻ ആളുകളെയും കൊന്നാലും ഞങ്ങൾക്ക് ഒരു 5-10 വർഷം മതി, ഇതിന്റെ ഇരട്ടിയായിട്ട് ഞങ്ങൾ ഉണ്ടായിക്കൊള്ളാം. കാരണം സാധനം ഞങ്ങളുടെ കയ്യിലാണല്ലോ. ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള കാർഷിക ഉൽപ്പന്നം ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം. കൃഷി സ്ഥലം ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് എന്ത് പേടിക്കാനാ? വർഷം ഓരോന്ന് വീതം ഓരോരുത്തരും നോക്കിയാൽ മതി. 10 വർഷം 10 എണ്ണം ഇന്നാ കിടക്കുന്നു, നിങ്ങൾ കൊന്നതിനേക്കാൾ ഇരട്ടി എന്ന് വർദ്ധിച്ചോളൂ. അപ്പോൾ ഇസ്ലാം മതം വളരുകയാണ്, മുസ്ലിങ്ങൾ വർദ്ധിക്കുകയാണ്. ക്യാൻസർ വർദ്ധിക്കുന്നത് ഒരു മേന്മയാണോ? അല്ല. മുമ്പ് ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിച്ചാ പറഞ്ഞിരുന്നത്. ക്യാൻസർ ഇന്ന് ഓരോ വീട്ടിൽ ഓരോ ക്യാൻസർ പേഷ്യന്റ്. അത് വളർച്ചയാണ്, അതൊരു ഉന്നതിയുടെ ലക്ഷണമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇസ്ലാം മത പ്രഭാഷകർ തന്നെ ഭയത്തോടു കൂടി പറയുന്നു, ഇസ്ലാം തകരുകയാണ്. അലിയാർ കാസിമി പറയുന്നു, ഇസ്ലാമിൽ നിന്നും വലിയ ഒരു വിഭാഗം ആളുകൾ മതം ഉപേക്ഷിച്ചു പോകുന്നു. എം അക്ബർ പറയുന്നു, റഹ്മത്തുള്ള കാസിമി മൂത്തേടം പറയുന്നു. അങ്ങനെ ഒരുപാട് മുസ്ലിം പുരോഹിതർ തന്നെ പ്രത്യക്ഷമായി പറയുന്നു, ഇസ്ലാമിൽ ഒരുപാട് യുവാക്കൾ ഇസ്ലാമിനെ കുറിച്ച് എതിർത്ത് സംസാരിക്കുന്നു. നമ്മുടെ മുനീർ ഹുദവിയോട് ഒരു +2 പയ്യൻ വന്നിട്ട് ചോദിച്ചു, ദൈവമുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് സ്ഥാപിച്ചു കൊടുക്കാൻ അയാൾക്ക് പറ്റിയില്ല അത്രേ. +2 ആർഗ്യുമെന്റ് നടത്തി. 14 വർഷം പഠിച്ച് ഹുദവി ബിരുദമെടുത്ത മുനീർ ഹുദവിക്ക് ഒരു +2 അള്ളാഹു ഉണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് 15-16 വർഷീയ ഖുർആനെ കുറിച്ച് പഠിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? ശരി, നോക്കാം. ഇസ്ലാം വളരുന്നു, തകരുന്നു. എറണാകുളത്തെ നിരീശ്വരവാദികളുടെ ഒരു കൺവെൻഷൻ നടത്തിയപ്പോൾ അവിടെ ചെറുപ്പക്കാരും യുവാക്കന്മാരും മധ്യവയസ്കരുമൊക്കെ ആയിട്ട് പങ്കെടുത്തത് 10,000-ത്തിലധികം ആളുകളായിരുന്നുവെന്ന് അവിടെ പോയി പ്രസംഗിച്ച നിരീശ്വരവാദി കൂടിയായ ഒരു കത്തോലിക്കനോട് പറയുകയുണ്ടായി. ഉന്നതമായ സ്ഥാനത്തിരുന്ന ഒരാള്. സൗഹൃദം കൊണ്ട് അദ്ദേഹം എന്നോട് 10,000-കണക്കിന് മുസ്ലിം യുവത കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയാൻ കാര്യം, ഏതാണ്ട് 5ഓളം ചെറുപ്പക്കാര് 17 വയസ്സ് പ്രായക്കാരായ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം വരുത്തിയിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി ദുബൈയിൽ പഠിക്കുന്ന ആളാണ്. അവൻ നബിയിൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് വളരെ മതഭക്തിയുള്ള കേരളത്തിലെ തന്നെ അതിസമ്പന്നമായ ഒരു കുടുംബം. ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെ സൃഷ്ടിക്കാതെ സാമാന്യ ബോധവും ശാസ്ത്രബോധമുള്ളവരെ സൃഷ്ടിക്കും. മതം എന്ന് പറഞ്ഞ സാധനം ഇവിടെ പൊട്ടത്തരമാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത സമൂഹം ജീവിക്കുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാന്ന് പറഞ്ഞ് ജീവിക്കാൻ നാണമില്ലേ? വളരെ കൃത്യമായിട്ടുള്ള അസസ്മെന്റ് അല്ലേ? എറണാകുളത്തെ നിരീശ്വരവാദികളുടെ ഒരു കൺവെൻഷൻ നടത്തിയപ്പോൾ അവിടെ ചെറുപ്പക്കാരും യുവാക്കന്മാരും മധ്യവയസ്കരുമൊക്കെ ആയിട്ട് പങ്കെടുത്തത് 10,000-ത്തിലധികം ആളുകളായിരുന്നുവെന്ന് അവിടെ പോയി പ്രസംഗിച്ച നമ്മുടെ ലിറ്റ്മസ് ഉണ്ടല്ലോ, എസൻസ് സംഘടിപ്പിക്കുന്ന ആ വേദികളിൽ നോക്കിയാൽ മതി. എല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന ആളുകളാണ് അധികവും. എന്തുകൊണ്ടാണ്? ഇസ്ലാമിന്റെ പൊട്ടത്തരം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ആ മതത്തെ വിമർശിക്കുകയോ മതത്തിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്താൽ കുരുക്കൾ കൂടുതൽ പൊട്ടും. മറ്റവരാരും മൈൻഡ് പോലും ചെയ്തില്ല. ഇവരാണെങ്കിൽ അത് തന്നെ ഒരു കാര്യമെന്നും പറഞ്ഞെടുത്ത് ആ മതം വിട്ടവനെ പിന്നീട് ജീവിക്കാൻ അനുവദിക്കാതെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കും. വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ വീട് കൊടുക്കരുത്, ഹൗസ് ഓണറെ കണ്ടിട്ട് ഉപദ്രവിക്കും. എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണെങ്കിൽ ആ തൊഴിലിടങ്ങളിൽ പോകും ഉപദ്രവിക്കാൻ. അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോകും. എന്തെങ്കിലും ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ അവന്റെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുക എന്ന് തുടങ്ങി ഇസ്ലാം മതത്തെ ഒരാൾ വിമർശിക്കുകയോ മതത്തിൽ നിന്ന് പുറത്തു വരികയോ ചെയ്താൽ പിന്നാലെ നടന്ന് ഉപദ്രവിക്കും. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ആ മതത്തെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ആ മതത്തിൽ നിന്ന് പുറത്തു വരാനും ആളുകൾ മത്സരിക്കും. സംശയം എന്താ? കൂടിയായ ഒരു കത്തോലിക്കനോട് പറയുകയുണ്ടായി. ഉന്നതമായ സ്ഥാനത്തിരുന്ന ഒരാള്. സൗഹൃദം കൊണ്ട് അദ്ദേഹം എന്നോട് 10,000-കണക്കിന് മുസ്ലിം യുവത കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. 10,000-കണക്കിന് മുസ്ലിം യുവാക്കൾ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു പോകുന്നു എന്ന് വേദനയോടെ പങ്കുവയ്ക്കുന്നത് പുലിയാർ കാസിമിയാണ്. നമ്മുടെ റഹ്മത്തുള്ള കാസിമി മൂത്തേടം ഇതിനേക്കാൾ രൂക്ഷമായി കാര്യങ്ങൾ പറഞ്ഞു. നഗ്ന സത്യം അദ്ദേഹം തുറന്നടിച്ചു. അദ്ദേഹം പറഞ്ഞു, 2030 മലബാറിലെ വലിയ ഒരു വിഭാഗം സ്ത്രീകളും പുരുഷന്മാരും
ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ടുണ്ടാകും, നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നാ പറഞ്ഞത്. അതായത് ഇവർക്കറിയാം ഇവരോട് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നു. ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാനോ അതല്ലെങ്കിൽ അവർക്ക് ബോധവൽക്കരണം നടത്തി കൊടുക്കാനോ ഇവർക്ക് കഴിയാതെ പോകുന്നത് ഇസ്ലാമിലെ വിവേകശൂന്യമായ, ജനാധിപത്യ വിരുദ്ധമായ, മതേതര മൂല്യങ്ങൾക്ക് നിരക്കാത്ത, സ്ത്രീ വിരുദ്ധമായ, ഈ കാലഘട്ടത്തിന് അനുഗുണമല്ലാത്ത ധാരാളം ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നില്ല. അതായത് ഒരു ഖുർആൻ വചനമാണ് ഒരാൾ ചോദിക്കുന്നത്, ഉസ്താദിനോട് ഉസ്താദ് ഇതിന്റെ അർത്ഥം ഒന്ന് പറയും. അതിന്റെ അർത്ഥം പറയുമ്പോൾ എന്റെ അടുത്ത് താമസിക്കുന്നവന്റെ മതം ഞാൻ നോക്കണമെന്നാണോ ഖുർആൻ പറയുന്നത്? ഇതാണോ ഇത്രയും നാളും ഞാൻ പാരായണം ചെയ്ത് പരിശുദ്ധമാണെന്ന് പറഞ്ഞു നടന്നിരുന്നത്? ഇതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവൻ ബോധപൂർവം തീരുമാനിക്കുന്നു. ഞാൻ പറയാൻ കാര്യം, ഏതാണ്ട് 5ഓളം ചെറുപ്പക്കാര് 17 വയസ്സ് പ്രായക്കാരായ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം അഭ്യർത്ഥിക്കുന്നു. ഒരു വിദ്യാർത്ഥി ദുബൈയിൽ പഠിക്കുന്ന ആളാണ്. അവൻ നബിയിൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് വളരെ മതഭക്തിയുള്ള കേരളത്തിലെ തന്നെ അതിസമ്പന്നമായ ഒരു കുടുംബം. 17 വയസ്സുള്ളവൻ പോലും നബിയിൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് തറപ്പിച്ചു പറയണമെങ്കിൽ നബി ഈ കാലഘട്ടത്തിലെ ഒരു മാതൃകാ പുരുഷനല്ല എന്ന് ആ യുവാവ് മനസ്സിലാക്കിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നബിയുടെ പിൻപറ്റപ്പെടാവുന്ന ഒരു മാതൃകയും നിലവിലില്ല എന്ന യാഥാർത്ഥ്യം ആ 17കാരൻ ഉൾക്കൊള്ളുക മാത്രമല്ല, മുസ്ലിം പുരോഹിതന്മാരുടെയും സമ്പന്നന്മാരുടെയും കുടുംബത്തിൽപ്പെട്ട ആ യുവാവിന് ധീരമായി അത് തുറന്നു പറയാൻ നിർഭയം സാധിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആ കുട്ടി ബോധവാനായതുകൊണ്ടും നബിയെ ഒരിക്കലും തനിക്ക് പിൻപറ്റാൻ സാധിക്കില്ല എന്നും ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ ഏത് കാലഘട്ടത്തിലേതാണ് ഇസ്ലാം എന്ന ചിന്താഗതി? പ്രാകൃതമായ കാലഘട്ടത്തിലെ ഒരു ഗോത്ര നേതാവിന്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ കോർത്തിണക്കി അയാൾക്ക് മാത്രം ആ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ആശയം ഉണ്ടാക്കുന്നു, ഒരു ആദർശം ഉണ്ടാക്കുന്നു. വേണ്ടതാണ് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെ ആ ഗോത്ര കാലഘട്ടത്തിന്റെ ചിന്തകളായിരിക്കണം ഇന്നും ഒരു മനുഷ്യൻ പിൻപറ്റപ്പെടേണ്ടത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളായ അബദ്ധജടില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വിശിഷ്ടമാണ്, പുണ്യമാണ്, വിശുദ്ധമാണ്, ചിന്തിക്കുന്നത് വരെ. സാമാന്യബോധവും ശാസ്ത്രബോധമുള്ളവരെ സൃഷ്ടിക്കും. അതെ, ഈ അന്ധവിശ്വാസികളെ സൃഷ്ടിച്ചു വിടുക എന്നതിൽ നിന്ന് വിഭിന്നമായി ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള ആളുകളെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. ഏതെങ്കിലും മതം അത്തരക്കാരെ സൃഷ്ടിച്ചു വിടുന്നുണ്ടോ? ഇല്ല. മതം 6-ാം നൂറ്റാണ്ടിന്റെ പൊട്ടത്തരവും അന്ധവിശ്വാസവും കടിച്ചാൽ പൊട്ടാത്ത നുണകളുമാണ് എന്ന് ഇനിയും യുവതലമുറ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആ മതം വിട്ട് പുറത്തേക്ക് വരുന്നത്. നാണമാകുന്നില്ലേ? അതെ, ഓരോ വർഷവും ആയിരക്കണക്കിന് സലഫിമാരും സുല്ലമിമാരും ദാരിമിമാരും സഖാഫിമാരും ഹുദവിമാരും ഒക്കെ വർഷങ്ങളോളം ഈ 6-ാം നൂറ്റാണ്ടിന്റെ കിതാബുകൾ തന്നെയും പിന്നെയും തന്നെയും കാണാപ്പാഠം പഠിച്ച് പുറത്തിറങ്ങുന്നത് ആരെ സേവിക്കാനാണ്? ആർക്കെന്തു ഗുണമാണുള്ളത് ഇതുകൊണ്ട്? അതാണ് ചോദ്യം. നന്ദി.